ഇടുക്കി കല്ലാർകുട്ടിയിൽ റേഷൻ കട സിറ്റിയെയും നായ്ക്കുന്നിനെയും തമ്മിൽ ബന്ധിപ്പിക്കും വിധം കല്ലാർകുട്ടി ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിലവിൽ കടത്തുവള്ളത്തെ ആശ്രയിച്ചാണ് ഇവിടെയുള്ളവർ ഇരുകരകളിലേക്കും എത്തുന്നത്. ഇവിടെ തൂക്കുപാലം നിർമ്മിച്ചാൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് പുത്തൻ ഉണർവ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കല്ലാർകുട്ടി റേഷൻ കട സിറ്റിയിലെയും നായ്ക്കുന്നിലെയും ജനങ്ങളുടെ വർഷങ്ങളായുള്ള യാത്ര ഇങ്ങനെയാണ്. കുട്ടികളും പ്രായമായവരും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ ഇരുകരകളിൽ എത്താൻ ജലാശയത്തിന് കുറുകെ യാത്ര ചെയ്യുന്നത് ഈ വള്ളത്തിൽ. മഴക്കാലത്ത് യാത്ര കൂടുതൽ ക്ലേശകരമാകും. രാവിലെയും വൈകുന്നേരവുമായി നിരവധി സ്കൂൾ കുട്ടികൾ യാത്ര ചെയ്യുന്നതും ഇങ്ങനെ തന്നെ. കാൽനട യാത്ര സാധ്യമാകും വിധം ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിച്ചാൽ നിലവിലെ യാത്രാ ക്ലേശത്തിന് പരിഹാരമാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഞങ്ങളിവിടെ വർഷങ്ങളായിട്ട് ഇവിടെ ഈ കടത്തില്ലാതെ ഇങ്ങനെ ഈ പഞ്ചായത്തോടെ ഇങ്ങനെ കടന്നു വന്ന് മടുത്തു. നമുക്കൊരു പാലില്ലാത്തതുകൊണ്ട് വളരെ കഷ്ടപ്പെടപ്പെട്ടിരിക്കുന്നു. ഒരു കൃഷിക്കാരനായിട്ട് ഇവിടെ ജീവിക്കാൻ ഞാൻ മാർക്കില്ലാത്തതുകൊണ്ട് ജീവിക്കണം. അപ്പോൾ അതിനും വരെ ആത്മഹത്യ ചെയ്യുന്നൊരു അവസരമാണ് ഞങ്ങളുടെ ജീവിതം. മഴയത്ത് 350 ദിവസമില്ല വെള്ളം വരും, അല്ലാതെ വേറൊരു മാർഗമില്ല. ഈ വെള്ളം കിടക്കാതെ ഇവിടെ ഒരു 100-200 പേരില്ല കടന്നു പോകേണ്ട സ്ഥിരം ഒരു വെള്ളക്കട വരും. പക്ഷേ എല്ലാവർക്കും ആശ്രയം ഈ വെള്ളം മാത്രം. അപേക്ഷയെ കുറിച്ചുകൊണ്ട് പല ആൾക്കാരും നോക്കി MLA ഇന്ത്യയെ കൂടെ ഒന്ന് നോക്കിയിട്ട് പോലും അവസരങ്ങൾ നോക്കിയിട്ട് പോലും അവരൊന്നും അതിൻ്റെ നടപടികൾ മുമ്പോട്ട് സ്വീകരിക്കുന്നില്ല. അതതിൻ്റെ കാരണം പിന്നെ നടപടി ഉണ്ടാകാതിരിക്കുകയല്ലോ. അവരത് കണ്ടിട്ട് പോകും, അവരെ ആദ്യം പറഞ്ഞാലും പോകും, പിന്നെ അതിന് അവരത് തള്ളിക്കളഞ്ഞു. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. പാലം നിർമ്മിച്ചാൽ ഇവിടെയുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ കല്ലാർകുട്ടി ടൗണിലേക്ക് എത്താനും സാധിക്കും. ജലാശയത്തിന് കുറുകെ തൂക്കുപാലം നിർമ്മിക്കപ്പെട്ടാൽ അത് കല്ലാർകുട്ടിയിലെയും സമീപ മേഖലകളിലെയും വിനോദസഞ്ചാര സാധ്യതയ്ക്കും കരുത്താകും. ഇഞ്ചത്തൊട്ടിയിലും കാഞ്ഞിരവേലിയിലും അയ്യപ്പൻ കോവിലിലുമൊക്കെ നിർമ്മിച്ചിട്ടുള്ള പാലങ്ങൾ മാതൃകയാക്കി കല്ലാർകുട്ടി ജലാശയത്തിലും പാലം നിർമ്മിക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിരവധി നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ഇടപെടലും ഉണ്ടായില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട്. ജനം, ഇടുക്കി.